റായിൻ നാഗമലയിൽ നിന്നും ചേരുന്നുണ്ട്. റായിൻ, നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങളും തുടരാം. എത്ര പേരാണ് നിങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്? നിങ്ങളുടെ അവസ്ഥ എന്താണ്? 12 ആള് കൂടി കിടക്കുന്നുണ്ട്. 12 ആള്. അത് പിന്നെ മുണ്ടക്കൈ എന്നപ്പോ ഉരുൾ പൊട്ടിന്റെ അടുത്തുനിന്ന് ഒരു 300 മീറ്റർ അകലെ മേടക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. നാഗമല എസ്റ്റേറ്റിന്റെ അടുത്ത് അവിടെയാണ്. നാഗമല എസ്റ്റേറ്റിന്റെ അടുത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ രക്ഷാ ദൗത്യ സംഘത്തിനോട് നിങ്ങളുടെ അവസ്ഥകളൊക്കെ പറയാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചാനലുകാരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അവരിങ്ങോട്ട് എത്തിയിട്ടുമില്ല. ഈ 12 പേരുടെ അവസ്ഥ എന്താണ്? അവര് നിങ്ങൾ ആരൊക്കെയാണ് എന്ന് കൂടി ഒന്ന് വിവരിക്കാമോ? അത് പിന്നെ ഈ നാഗമല എസ്റ്റേറ്റിലെ സൂപ്പർവൈസറാണ് ഞാൻ, ഈ റായിൻ പറഞ്ഞ ആള്. നിലമ്പൂർക്കാരുടെ എസ്റ്റേറ്റ് ആണ്. പിന്നെ 2 ജാർഖണ്ഡ് ഭായിമാരുണ്ട് എന്റെ കൂടെ, എന്റെ പണിക്കാര്. പിന്നെ ഇവിടെ നാട്ടുകാരാണ്. ഇപ്പൊ വീടൊക്കെ ഒഴുകി പോയ ആൾക്കാരുണ്ട് എന്റെ അടുത്ത്. ബാക്കി 9 ആണ്. അപ്പോൾ ഈ നിങ്ങൾ എത്ര സമയമായി? ഇന്നലെ തൊട്ടാണല്ലോ ഈ സംഭവം ഉണ്ടായതിനു ശേഷം തൊട്ട് ഇത്രയും മണിക്കൂറായി അവിടെയാണ്? അവിടെയാണ്. അടിയന്തര മറ്റെന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ട് ഈ 12 പേരിൽ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഭക്ഷണ കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ, സ്വരൂപിക്കൂലല്ലോ. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥയാണ് പെട്ടെന്നായതുകൊണ്ട്. അപ്പോൾ കാലാവസ്ഥ എങ്ങനെയുണ്ട് അവിടെ? കാലാവസ്ഥ ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ ഈ ഏരിയയിൽ, ഈ നാഗമല പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ടല്ലേ? പെയ്യുന്നുണ്ട്. വലിയ അധികം എന്തെങ്കിലും കുറേശ്ശെ പെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ. അപ്പോൾ ഈ പിന്നെ നിങ്ങളിപ്പോ രാത്രിയാണ്, രാത്രി കുറച്ചുകൂടി സേഫ് ആയിരിക്കണം. കാരണം അറിയാമല്ലോ, കാരണം നമുക്ക് അവിടെ ഈ മറ്റ് പ്രശ്നം ഈ ഇവിടുത്തെ ഒരു ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ റിസോർട്ടിന്റെ അവിടെ എന്തെങ്കിലും മറ്റേ മണ്ണിടിച്ചിൽ മേഖല അങ്ങനൊന്നും അല്ലല്ലോ അല്ലേ? അവിടെ ഇപ്പൊ ഒന്നും കാലത്തൊന്നുമില്ല. എന്തൊന്നും അറിയില്ല, പറയാൻ പറ്റില്ല. മലയല്ലേ, ഒന്നും അല്ല ഭയപ്പെടേണ്ടതില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ആദ്യമേ തന്നെ ഞങ്ങൾ മന്ത്രി വിളിക്കുമ്പോൾ തന്നെ ഈ നാഗമലയുടെ കാര്യമാണ്. നിങ്ങൾ 12 പേരുടെ കാര്യം അവിടെ നമ്പർ പിന്നീടാണ് കിട്ടുന്നത്. നിങ്ങൾ ഇത്ര പേരുണ്ട് അവിടെ കുടുങ്ങി കിടപ്പുണ്ട്, അവിടുത്തെ അവസ്ഥ ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി അത് കേട്ടു. അപ്പോൾ ഫോളോ അപ്പ് ചെയ്യാമെന്ന് മാതൃഭൂമി ന്യൂസിനോട് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക, മറ്റു പ്രശ്നങ്ങളില്ല, എല്ലാവരെയും സമാധാനപ്പെടുത്തുക കേട്ടോ. ശരി. വളരെ നന്ദി ശ്രീ റായിൻ ഞങ്ങളോട്. തീർച്ചയായും റായിനാണ് നാഗമലയുടെ അവസ്ഥ പറഞ്ഞത്. ഞാൻ പ്രേക്ഷകരെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം മിനിസ്റ്റർ ഈ നാഗമലയുടെ കാര്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞുവല്ലോ. അവിടെ പറഞ്ഞൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കും, അവിടുത്തെ അധികൃതമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള വിളി അവിടുന്ന് അടിയന്തരമായി ഇത് സ്പോട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു വിവരങ്ങൾ നമുക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കുക, അതാണ് നമ്മുടെ പരമപ്രധാനമായ ദൗത്യം. അതാണ് മാതൃഭൂമി ന്യൂസ് നേരത്തെ തന്നെ നമ്മളുടെ ട്രീവാലി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഒരു പ്രതികരണം കിട്ടി. നമ്മൾ നേരെ അധികാരികൾ കൈമാറി അവിടെ പെട്ടെന്ന് അവിടേക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്ന വളരെ ഒരു ചാരിതാർത്ഥ്യമാണത്. കാരണം ഡീറ്റെയിൽസ് കിട്ടി നമ്മൾ കൈമാറുന്നു, അവിടെ ആക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയാണ്.